ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് തിരുവുത്സവ ദിനങ്ങളിൽ വിവിധ ജാതി സംഘടനകൾ നടത്തുന്ന ഘോഷയാത്രകൾ ഒഴിവാക്കി നാടിന്റെ പൊതുവായ സംസ്കാരം ഉൾക്കൊണ്ട് മേഖലാ ഘോഷയാത്രകൾ നടത്തണമെന്ന് മന്ത്രി വി എൻ വാസവൻ. ആഘോഷങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സമുദായ അടിസ്ഥാനത്തിൽ ഘോഷയാത്രകൾ വന്ന് വഴി ബ്ലോക്ക് ആവുന്നൊരവസ്ഥയുണ്ട്. എനിക്ക് ഈ ക്ഷേത്ര ഉപദേശക സമിതിയോടും ബഹുമാനരായ സമുദായ നേതാക്കന്മാരോടും എല്ലാം ഒരുമിച്ച് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ സമുദായ അടിസ്ഥാനത്തിലുള്ള ഘോഷയാത്രയുടെ സംസ്കാരം തന്നെ ഒഴിവാക്കി ഭക്തജനങ്ങളുടെ ഘോഷയാത്ര എന്ന രൂപത്തിലേക്ക് വരികയാണെങ്കിൽ ഭാവിയിൽ ഒരു തരത്തിലുള്ള ഈഗോയിസോ സംഘർഷമോ ഒന്നും ഉണ്ടാവാതെ നമുക്കൊരു സംസ്കാര സമ്പന്നമായ ക്ഷേത്ര സമിതി ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം ക്ഷേത്രോപദേശ സമിതി ബന്ധപ്പെട്ട സമുദായ നേതാക്കന്മാരെ ഒന്ന് ക്ഷണിക്കണം. അതിനുശേഷം മുനിസിപ്പാലിറ്റി സഹായം തേടണം. ഒപ്പം ഇവിടുത്തെ കൗൺസിലർമാരുടെ സഹായം തേടണം. അതേപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഭിപ്രായം തേടണം. ആവശ്യമെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ കാര്യത്തിൽ സഹായിക്കും, പോലീസും സഹായിക്കും. അങ്ങനെ എല്ലാവരും ചേർന്ന് അവരെ വിളിച്ചുകൂട്ടി പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ക്ഷേത്രമൊക്കെ ഉദ്ദേശിക്കുന്ന എന്താ? പൊതുജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി. അവിടെ ഏതെങ്കിലും ആഘോഷം നടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു ദേവനോട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ ആ സമുദായ നേതാക്കന്മാരെല്ലാം വിളിച്ചു ചേർത്ത് സാമുദായികമായ താലപ്പൊലികൾ മാറി, ഘോഷയാത്രയും മാറി, സംസ്കാരപരമായ ഓരോ ദിക്കിനു വേണ്ടി ഘോഷയാത്ര പറഞ്ഞ് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിൽ അതിൻ്റെ ഈ ഘോഷയാത്രയുടെ വരവിന് വേണ്ടിയുള്ള റൂട്ട് നിശ്ചയിച്ച് കൊടുക്കുന്ന രൂപത്തിലേക്ക് ഒരു ഇടപെടൽ കൂടി നടത്തണം എന്ന് ഈ യോഗം തീരുമാനിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റുമാനൂർ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി വിഷയം അവതരിപ്പിച്ചത്. ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഘോഷയാത്ര നടത്തുന്ന വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി കൂടിയാലോചന നടത്തി ഉചിതമായ തീരുമാനമെടുക്കണമെന്നും മന്ത്രി ദേവസ്വം അധികൃതർക്കും ജില്ലാ ഭരണകൂടത്തിനും നിർദ്ദേശം നൽകി. മുൻകാലങ്ങളിൽ ഉത്സവ ദിനങ്ങളിൽ വിവിധ സമുദായ സംഘടനകൾ നടത്തുന്ന ഘോഷയാത്രകൾ മൂലം പ്രധാന റോഡുകളിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പൊതുസമൂഹത്തിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകിയത്.